ഇറാൻ യുദ്ധം, അതിൽ നിന്ന് ചൈന ലാഭം കൊയ്യുന്നുണ്ടോ? ഇതിന് പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. ചൈന ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ലാഭം എന്നല്ല പറയുന്നത്, ഒരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ഉപയോഗിക്കുന്നുണ്ട്. ഇറാനിലാണ് ഏറ്റവും വലിയ എണ്ണ ശേഖരം ഉള്ളത്. ചൈനയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓയിൽ ഇമ്പോർട്ടർ ആയിട്ടുള്ളത്. ഷിപ്പിംഗ്, അതായത് ഗൾഫ് കൺട്രീസിലോട്ട് പലതരത്തിലുള്ള ഷിപ്പിംഗ് പോകാറുണ്ട്. അപ്പോൾ അത് ഈ യുദ്ധം കാരണം തടസ്സം ഉണ്ടാവും. ചൈന ഈ പറയുന്ന പോലെ അതും ഈ പറഞ്ഞ പോലെ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യും. ചൈനക്ക് അവിടെ ഒരു കൺട്രോൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ചൈനയെ ഭയങ്കര രീതിയിലുള്ളൊരു അഡ്വാൻറ്റേജ് ആണെന്ന് ഞാൻ നേരത്തെ പറയാൻ കാരണം. ചൈനയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീക്ക് കോമ്പറ്റീറ്റേഴ്സ് ആണ്. ഒരു ശക്തനായ എതിരാളി ഇല്ല ചൈനയ്ക്ക്. അത് ചൈന ഭയങ്കര രീതിയിലുള്ളൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നുണ്ട്. നമസ്കാരം. ഇന്ന് ലോക രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്. ഇറാൻ യുദ്ധം, അതിൽ നിന്ന് ചൈന ലാഭം കൊയ്യുന്നുണ്ടോ? ഇതൊരു സിമ്പിൾ എസ് ഓർ നോ അല്ല, മറിച്ച് ഇതിന് പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. ചൈന ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ലാഭം എന്നല്ല പറയുന്നത്, ഒരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതൊരു രാജ്യത്തും യുദ്ധങ്ങൾ നടന്നാലും പല രാജ്യങ്ങളും അതൊരു ഫ്രണ്ട്ലി ആയി കാണണമെന്നില്ല, മറിച്ച് അവരതൊരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ആയിട്ട് സ്വന്തം രാജ്യത്തെ കുറച്ചുകൂടെ ഉയർത്താൻ ശ്രമിക്കും. അതുതന്നെയാണ് ചൈനയും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതൊരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നില്ല, പക്ഷെ ഒരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ചൈന ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും ഇറാൻ യുദ്ധം, അതിൽ നിന്ന് ചൈന ലാഭം കൊയ്യുന്നുണ്ടോ? നമുക്ക് പരിശോധിക്കാം. ഇറാനിലാണ് ഏറ്റവും വലിയ എണ്ണ ശേഖരം ഉള്ളത്. ചൈനയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓയിൽ ഇമ്പോർട്ടർ ആയിട്ടുള്ളത്. ഇറാൻ യുദ്ധം നടക്കുമ്പോൾ ഇറാൻ ഒരു സാങ്ഷനിലായിരിക്കും, അതായത് പല കാര്യങ്ങളിലും റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഈ ചൈന ഏറ്റവും വലിയ ഓയിൽ ഇമ്പോർട്ടർ ആയതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് കുറഞ്ഞ വിലയ്ക്ക് ഓയിൽ വാങ്ങാൻ കിട്ടും. അത് ചൈന ഒരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ചൈന ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതായത് ഇറാൻ യുദ്ധം നടക്കുമ്പോൾ ഇപ്പോൾ ട്രേഡ് ആൻഡ് ഇൻഫ്ലുവൻസ് അത് ചൈന വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. അതായത് USA, യൂറോപ്പ് പോലുള്ള വെസ്റ്റ് കൺട്രീസ് അത് യുദ്ധം നടക്കുന്ന സമയത്ത് ഇറാനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും മാക്സിമം. അപ്പോൾ ചൈന അവിടെയാണ് ചൈനക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. ബാക്കി രാജ്യങ്ങളൊക്കെ ഇറാനെ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് ചൈന അവിടെ ഒരു അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ ചൈന ഏറ്റവും വലിയൊരു ബിഗ് ഇമ്പോർട്ടർ ആയതുകൊണ്ട് തന്നെ ചൈനക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കുറഞ്ഞ ചെലവിൽ ചൈനക്ക് ഓയിൽ ലഭിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ചൈന തൻ്റെ ട്രേഡ് ആൻഡ് ഇൻഫ്ലുവൻസ്, അതായത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ ബിൽഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ട്രേഡ് ഡീൽസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പല കാര്യങ്ങളും ചൈന ആ ഒരു രീതിയിൽ പല പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉൾപ്പെടെ പല കാര്യങ്ങളും ചൈന വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ചൈനയെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ചൈന എടുക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ചൈന അങ്ങനെ പതിയെ തൻ്റെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ചൈനക്ക് വീക്ക് കോമ്പറ്റീറ്റേഴ്സ് ആണ് ഈ യുദ്ധം നടക്കുമ്പോൾ ഉള്ളത്. ഞാൻ വീക്ക് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയാൻ കാരണം, ഇപ്പോൾ USA, യൂറോപ്പ് പോലുള്ള വലിയ രാജ്യങ്ങൾ അവർ ഇറാൻ യുദ്ധം നടക്കുന്ന സമയത്ത് അവരുടെ ശ്രദ്ധ മുഴുവനും ആ ഒരു കോൺഫ്ലിക്റ്റിലായിരിക്കും. പക്ഷേ ചൈന സൈലന്റ്ലി തൻ്റെ ആ ഒരു പവർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് ചൈനയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ചൈനയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീക്ക് കോമ്പറ്റീറ്റേഴ്സ് ആണ്. ഒരു ശക്തനായ എതിരാളി ഇല്ല ചൈനയ്ക്ക്. അത് ചൈന ഭയങ്കര രീതിയിലുള്ളൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇപ്പം ഷിപ്പിംഗ്, അതായത് ഗൾഫ് കൺട്രീസിലോട്ട് പലതരത്തിലുള്ള ഷിപ്പിംഗ് പോകാറുണ്ട്. അപ്പോൾ അത് ഈ യുദ്ധം കാരണം തടസ്സം ഉണ്ടാവും. ചൈന ഈ പറയുന്ന പോലെ അതും ഈ പറഞ്ഞ പോലെ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യും. ചൈനക്ക് അവിടെ ഒരു കൺട്രോൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ചൈനയെ ഭയങ്കര രീതിയിലുള്ളൊരു അഡ്വാൻറ്റേജ് ആണെന്ന് ഞാൻ നേരത്തെ പറയാൻ കാരണം. ഇത്ര നേരം നമ്മൾ ചൈനയുടെ അഡ്വാൻറ്റേജിനെ പറ്റിയാണ് സംസാരിച്ചത്. അടുത്തത് ചൈനക്ക് ഇതിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. റിസ്ക് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. കാരണം ഈ ഇറാൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ഓയിൽ പ്രൈസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും. അത് ചൈനയ്ക്ക് ഒരു ഭയങ്കര തിരിച്ചടിയാണ്. കാരണം ചൈനയുടെ എക്കണോമിയെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചൈനയുടെ ട്രേഡ് ഡിസ്റപ്റ്റ് ആവും, ഇൻസ്റ്റെബിലിറ്റി, അങ്ങനെയൊക്കെ പല കാരണങ്ങളും സംഭവിക്കും. അതുമൂലം ചൈനയ്ക്ക് ഒരു കംപ്ലീറ്റ് ഒരു പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റാണ് ചൈനയ്ക്ക് ലഭിക്കുക. അതുകൊണ്ട് ചൈനയ്ക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു
പ്രോഫിറ്റ് ലഭിക്കുന്നില്ല, ഒരു ഭയങ്കര രീതിയിലുള്ള ഒരു ലോസും ലഭിക്കുന്നില്ല. ഒരു മിക്സ്ഡ് ആയിട്ടാണ് ചൈനയ്ക്ക് ഇതിൽ നിന്ന് വരിക. ഇപ്പോൾ യുദ്ധം നടക്കുന്ന സമയത്ത് പല രാജ്യങ്ങളും ഈ പറയുന്ന പോലെ ഒരു തൻ്റെ രാജ്യത്തെ ഉയർത്താൻ ഭയങ്കരമായിട്ട് ശ്രമിക്കും. ചൈന അതിൽ ഭയങ്കര രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചൈനയെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പോൾ ബാക്കി രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ചൈന ഒരു 5 വർഷം മുന്നിലാണ് നിൽക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ രാജ്യം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ചൈന ടെക്നോളജി വൈസ് ഒക്കെ നോക്കുവാണെങ്കിലും അല്ലെങ്കിൽ പോപ്പുലേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കുവാണെങ്കിലും ചൈന ഒത്തിരി മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചൈന ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് എല്ലാവരും ഈ പറഞ്ഞൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യണമെന്നില്ല. കാരണം ഈ ചൈന പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അത് ഭയങ്കര രീതിയിലൊരു അഡ്വാൻറ്റേജ് അവിടെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. തൻ്റെ ബിസിനസ് അല്ലെങ്കിൽ തൻ്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അങ്ങനെ പല കാര്യങ്ങളും ചൈന അവിടെ ഭയങ്കര രീതിയിലൊരു ബുദ്ധിപരമായി നീങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കെ ഈ പറയുന്ന വാർ ആർക്കും നല്ലതല്ല. പക്ഷേ ചില രാജ്യങ്ങൾ അതിനെ ഒരു അഡ്വാൻറ്റേജ് ആയി കാണും. അവിടെയാണ് ഈ ചൈന എന്ന രാജ്യം വളരെ മുന്നിൽ നിൽക്കുന്നത്. ഇറാൻ യുദ്ധത്തിൽ ചൈന ഒരു ഡയറക്റ്റ് അഡ്വാൻറ്റേജ് എടുക്കുന്നില്ലെങ്കിലും ചില ഇൻഡയറക്റ്റ് ആയിട്ട് പല രീതിയിലുള്ള അഡ്വാൻറ്റേജും ചൈന എടുക്കുന്നുണ്ട്. വാർ ആർക്കും നല്ലതല്ല, പക്ഷേ ചില രാജ്യങ്ങൾ അതൊരു അവസരമായി എടുക്കും. ചൈന അതാണ് ഇവിടെ ചെയ്തത്.